തൗഫീഖ്, ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് വലിയ ലാത്തി ചാർജും പ്രശ്നവും നടക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം സംസ്ഥാനത്തെ ക്രമസമാധാന നില അങ്ങേയറ്റം വഷളാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. എന്തായാലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. രാഹുലിനെ തൽക്കാലം രാജിവെപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണെന്ന് തോന്നുന്നു CPM-ഉം അതുപോലെ LDF-ഉം എടുത്തിരിക്കുന്നത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതില്ലല്ലോ. BJP-യെ കൃത്യമായ പേടി നിങ്ങൾക്കുണ്ട്. അതൊക്കെയാകാം ഒരുപക്ഷെ രാഹുലിനെതിരായ രാജി ആവശ്യം കടുപ്പിക്കുന്നതിൽ LDF-നെ പുറകോട്ടടുപ്പിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ വലിയ ക്രമസമാധാന പ്രശ്നമായി മാറുകയാണിത്. ഇവിടെ നോക്കൂ നീലിമ, ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുന്നു, പാർട്ടി തികച്ചും മാതൃകാപരമായിട്ടുള്ള നടപടിയെടുത്തു. ഇനി MLA സ്ഥാനം അടക്കമുള്ള സ്ഥാനങ്ങളിൽ രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധി ഡോക്ടർ നുസ്രത് ജഹാൻ അടക്കം നെഹ്റുവിനെ അടക്കം വല്ലാത്ത രീതിയിൽ ആക്ഷേപിച്ചു പരാമർശിച്ചതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് ഒരു വാക്ക്, ശ്രീ നെഹ്റുവിൻ്റെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ട. കൊച്ചുകുട്ടികൾക്ക് പോലും ശരി നിലവ എന്റെ സമയമാണോ? പറയൂ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യൂ. നീലിമ എന്റെ സമയമാണെങ്കിൽ നീലിമ എന്റെ സമയമാണ്. വളരെ പെട്ടെന്ന് ഞാൻ വളരെ കൃത്യമായി അത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടി നിലപാടും MLA സ്ഥാനം രാജിവെക്കേണ്ടത് സംബന്ധിച്ചിട്ടുള്ള നിലപാട് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞാലല്ലേ അത് പൂർത്തിയാവുള്ളൂ. അങ്ങ് പറയാൻ സമ്മതിക്കൂ. ദയവായി ഞാൻ പറഞ്ഞ ശേഷം അങ്ങേക്ക് അടുത്ത വ്യക്തിയിലേക്ക് ഗസ്റ്റിലേക്ക് പോകാം. അതായത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി വളരെ കൃത്യമായിട്ടുള്ള മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി രാജിവെപ്പിച്ചു. ഇനി MLA പദവി ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, MLA പദവി സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരിക്കൽ കൂടി ജനൻ TV-യുടെ ഫ്ലോറിൽ നിന്ന് ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് വക്താവായി പറയുന്നു, ഇനി ആരെങ്കിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയാൽ ആ പരാതിയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്കൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും സ്ത്രീകളുടെ അഭിമാനബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയുള്ളൊരു തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉമാ തോമസ് MLA അടക്കമുള്ള നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കില്ല. ഈ പരാതിക്കാർക്ക് എതിരെ പോലുമുള്ള സൈബർ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ സ്വാഭാവികമായും BJP മേൽക്കൈ നേടുമോ എന്നുള്ള ഒരു ആശങ്ക വളരെ കൃത്യമായി ഇരു മുന്നണികൾക്കുമുണ്ട്. ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിലയിരുത്താമോ ഈ അവസാന ഘട്ടത്തിൽ? കോൺഗ്രസ് ഒരു വല്ലാത്ത പെടാപ്പാട് വിട്ടിരിക്കുക. രാഹുലിനെതിരെ നടപടിയെടുത്താൽ അത് നഷ്ടപ്പെടുന്നത് ഒരു MLA ആയിരിക്കും, അതായത് പാലക്കാട് MLA. നടപടി എടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്ന് പുറത്തു വന്നത് അവരുടെ കണക്കുകളൊക്കെ പുറത്തുണ്ട്. ഇപ്പം തന്നെ ഓൺലൈനിൽ സർവേകളൊക്കെ നടന്നു കഴിഞ്ഞു. കോൺഗ്രസ് പക്ഷെ പിന്നെ അത്ഭുതപ്പെടുത്തിയത് CPM പ്രതിയുടെ മറുപടിയാണ്. MLA-യുടെ സ്ഥാനം തിരിച്ചു നൽകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് ആവശ്യപ്പെടില്ല. അല്ലെ സർ, ഉമ്മൻചാണ്ടിക്ക് പരീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ലാത്ത സോളാർ കേസ് കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോ അത് പോയാൽ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആവുമായിരുന്നു. അപ്പൊ ഇതൊരു കാര്യം ശരിയാണ്. എന്റെ സുഹൃത്ത് തൗഫീഖിനുള്ള ഉത്തരമാണ്. ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒത്തു കളിക്കുകയാണോ? നിരവധി കേസുകളുണ്ട് കേരളത്തിൽ. ഐസ്ക്രീം പാർലർ കേസ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഒരു സീരീസ് ഉണ്ട്. ഇന്ന് നിങ്ങൾ ഒറ്റ മുന്നണിയാണ്. നിങ്ങൾക്ക് പൊതുശത്രുവാണ് ഇത്. BJP എതിരാളിയാണ്, എതിരാളിയാണ്. ഒന്ന് പാലക്കാടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇലക്ഷൻ കഴിഞ്ഞപ്പോ നിങ്ങൾ ഇരു കൂട്ടരും പാസാക്കിയ പ്രമേയങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിൽ അപകടകരമായ രൂപത്തിൽ BJP വളരുന്നു. ഇടതുമുന്നണിയുടെ പ്രമേയത്തിലുള്ളതുണ്ട്, കോൺഗ്രസിന്റേതുണ്ട്. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള തലങ്ങളിൽ പച്ചപ്പണി 18 നോക്കിയിട്ട് നിങ്ങൾക്ക് BJP പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആധികാരികമായ വിജയം 75,000 വോട്ടുകൾ മുഴുവൻ ബൂത്തുകളിലും പഞ്ചായത്തുകളിലും 6 നിയമസഭാ മണ്ഡലങ്ങളിലും. എന്തിനേറെ മന്ത്രി ബിന്ദുവിന്റെ വാർഡിൽ ബൂത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെ ബൂത്തിൽ, ഇടതുപക്ഷ കൺവീനറുടെ ബൂത്തിൽ, അവിടുത്തെ CPM മെമ്പറുടെ DCC സെക്രട്ടറിയുടെ ബൂത്തിൽ, എല്ലായിടത്തും ഇന്നലെ വരെ നിങ്ങളെ വിശ്വാസമർപ്പിച്ചിരുന്ന ജനത BJP-യോടൊപ്പം വരുന്നു. ഈ പ്രക്ഷോഭത്തിൽ ആത്മാർത്ഥതയോടെ അല്ല സർ
CPM-ന്റെ നിലപാട്. അതെ. എനിക്ക് ഏറെ അത്ഭുതം തോന്നി. അല്ല, ഇദ്ദേഹത്തിന് സീറ്റ് തിരിച്ചു കൊടുക്കാൻ ഇതാണോ CPM-ന്റെ രാഷ്ട്രീയ ആരോപണങ്ങളിൽ എക്കാലവും നിങ്ങളുടെ എടുത്ത നിലപാട്? കേരളത്തിലെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നടപടിയെടുക്കുന്നവരുടെ രാജി ആവശ്യപ്പെട്ട CPM നിങ്ങളുടെ നേതാക്കൾ മുൻപാല പാരമ്പര്യത്തോടെ മറുപടി പറയുമോ? ഇനി എന്റെ സുഹൃത്ത് തൗഫീഖിനോട്, നിങ്ങൾ പറഞ്ഞതല്ലല്ലോ ഇന്ന് മുരളീധരൻ പറഞ്ഞത്. മാത്രമല്ല, ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. KPCC-യുടെ നിരവധി നേതാക്കന്മാരുടെ പലതരത്തിലുള്ള വസ്തുതകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. നടപടിയെടുത്താൽ അതിന്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും.